അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങ് അറേബ്യയിൽ അതാ ഫർസാന നിൽക്കുന്ന അറബി വീട്ടിൽ സൈത്തൂൻ ബീവിയും അറബിയും കാത്തിരിക്കുകയാണ് ഫർസാനയുടെ ഡെലിവറിക്ക് വേണ്ടി. അവർ നല്ല രീതിയിൽ ഫർസാനയെ അതാ പരിചരിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ഡെലിവറി ടൈം അടുത്തടുത്ത് വരുന്നു. ഏകദേശം 9ാം മാസത്തിലേക്ക് അതാ അവൾ കടന്നിരിക്കുന്നു. അവളുടെ വയറാണെങ്കിൽ നല്ല രീതിയിൽ വീർത്ത് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സൈത്തൂൻ ബീവിക്ക് ആ ഒരു വയറ് കാണുമ്പോൾ വല്ലാതെ അത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ വേണ്ടി തോന്നുകയാണ്. പഠിച്ചോനെ, എൻ്റെ കുഞ്ഞാണല്ലോ അതിൻ്റെ ഉള്ളിലുള്ളത്. റബ്ബേ, ഒന്ന് ഡെലിവറിയൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പഠിച്ചോനെ ഒന്ന് കാണാമായിരുന്നു. പഠിച്ചോനെ, കുഞ്ഞു മക്കളുടെ ആ ഒരു കിളിക്കൊഞ്ചലുകൾ, അവരുടെ സംസാരങ്ങൾ, അതെല്ലാം അത് സൈത്തൂൻ ബീവിയുടെ മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്നും ഫർസാനയെ കൂടെ കൂട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവസാന ടൈമായപ്പോൾ എന്തൊക്കെയോ ഹോസ്പിറ്റൽ ബാഗ് സെറ്റാക്കുവാൻ വേണ്ടിയിട്ട് അതാ ഫർസാനയെ വീട്ടിലാക്കിക്കൊണ്ട് സൈത്തൂൻ ബീവിയും ഭർത്താവും പോകുന്നു. യാ അർബ, എനിക്കാകെ ഭയം തോന്നുന്നു. എന്താ നിനക്ക് ഭയം? ഫർസാനയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ. കുഞ്ഞിന് വല്ലതും പറ്റുമോ എന്നൊക്കെയൊരു തോന്നല്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ ഇനി ഡെലിവറിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ ഒന്ന് സമാധാനപ്പെടും, അറബി അതാ സൈത്തൂൻ ബീവിയോട് പറയുന്നു. അങ്ങനെ അവർ അതാ ഹോസ്പിറ്റൽ ബാഗ് സെറ്റാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അർബ, അതാ അവിടെ കയറാം. അവിടെ ആകുമ്പോൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എന്നാൽ ശരി, അങ്ങോട്ട് കയറാം. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കോട്ടോ. അപ്പം നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരണോ? സത്യം പറഞ്ഞാൽ അറബിക്ക് അതൊരു നാണമായിട്ട് തോന്നി. കാരണം ഒരിക്കലും അത് തൻ്റെ ഭാര്യയുടെ പ്രസവമല്ല എന്നുള്ളത് ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷെ സൈത്തൂൻ ബീവി അറബിയെ ചീത്ത പറഞ്ഞു. എന്താ നിങ്ങളുടെ കഥ? നിങ്ങളുടെ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്, എന്നിട്ട് പോലും നിങ്ങളെന്തിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? അങ്ങനെയല്ല, എനിക്ക് എന്തൊക്കെയൊരു ഒരു ഉപ്പയാകാൻ പോകാന്നുള്ളൊരു ചിന്തയൊന്നും നിങ്ങൾക്കില്ലല്ലേ? നിങ്ങൾ ഇതിലൊക്കെ മടിച്ചിങ്ങനെ നിന്നോ? സാധാരണ രീതിയിൽ ഇതിൽ ഉപ്പമാർക്കായിരിക്കും കൂടുതൽ. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളൊരു പിതാവാകാൻ പോകുന്നു. അത് നിങ്ങൾക്കറിയില്ലേ? ശരിക്കും അതാ സൈഫുദ്ദീൻ അറബി ഞെട്ടുകയാണ്. പഠിച്ചോനെ, ഇവൾക്കൊന്നും അറിയില്ല, ഇവളൊന്നും അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങ് അഭിനയിക്കാം. യാ സൈഫ്, അതാ സൈത്തൂൻ ബേബി വിളിക്കുന്നു. ഒന്നിങ്ങ് വരൂ. ഇതെങ്ങനെയുണ്ട്? പിന്നെ അവൾക്ക് ഡെലിവറി സമയത്തൊക്കെ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സ്, അതാണായാലും പെണ്ണായാലും ശരി, അവൾക്കുള്ള അല്ലെങ്കിൽ അവൻക്കുള്ള കുഞ്ഞുടുപ്പുകൾ, അതുപോലെ തന്നെ ടർക്കികൾ, അതുപോലെ തൊട്ടിൽ, ഇതെല്ലാം വാങ്ങാനുണ്ട്. പിന്നെ അവൾക്കുള്ള ഡ്രസ്സ്, ചെരുപ്പുകൾ, അതൊക്കെ വാങ്ങാനുണ്ട്. വരൂ. ശരിക്കും പറഞ്ഞാൽ സൈഫുദ്ദീൻ അറബിക്ക് അതൊക്കെ വാങ്ങുവാൻ കാണാൻ പോകാനും അത് വല്ലാത്തൊരു നാണമായിട്ട് തോന്നി. എന്താ സൈഫ്, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞല്ലേ വരാൻ പോകുന്നത് ഈ ഭൂമിയിലേക്ക്, നല്ല രീതിയിൽ നമ്മൾ സ്വീകരിക്കണ്ടേ? എന്താ നിങ്ങളിങ്ങനെ മടിച്ചു നിൽക്കുന്നത്? സൈത്തൂൻ, നീ സെലക്ട് ചെയ്തേക്ക്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലടി. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, കളറ്, കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യണം. ഞാൻ മാത്രമല്ല കുഞ്ഞിൻ്റെ ഉമ്മ, പക്ഷേ നിങ്ങളാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ പിതാവ്. ഞാൻ ഒരു വളർത്തമ്മ മാത്രമായിരിക്കും, അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒരു സ്ഥാനവും എനിക്കുണ്ടാവില്ല. സൈത്തൂൻ, നീ എന്താ പറയുന്നത്? നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്, എന്നിട്ട് നീ എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് എനിക്കൊരിക്കലും അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ മടിച്ചു നിന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് സങ്കടം കൊണ്ട്. അതെൻ്റെ കൂടി കുഞ്ഞല്ലേ? നിങ്ങളുടെ കുഞ്ഞായി കഴിഞ്ഞാൽ അതെന്തൊക്കെ തന്നെയാലും എൻ്റെ കൂടി കുഞ്ഞാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചത്, കാരണം മക്കളില്ലാത്തതിൻ്റെ പേരിൽ. അപ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നു. നടക്ക്, ഞാൻ കൂടി വരാം. അങ്ങനെ അത് അവർ ഷോപ്പിങ്ങിൽ ഏർപ്പെട്ടു. സൈത്തൂൻ ബീവി ഇഷ്ടപ്പെട്ടതെല്ലാം തിരഞ്ഞെടുത്തു. ഇതിനിടയ്ക്ക് ചോദിക്കും, യാ സൈഫ്, ഇതെങ്ങനെയുണ്ട്? എല്ലാത്തിനും അദ്ദേഹം മൂളിക്കൊടുക്കും. അതെ, അവളുടെ സന്തോഷം, അതാണ് അറബിയുടെ ലക്ഷ്യം. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. അവൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പോഴിതാ അവളുടെ ഡെലിവറി എടുത്തിരിക്കുന്നു. അപ്പോൾ അവളുടെ സന്തോഷം ഒരിക്കലും ഞാൻ കെടുത്തുന്നില്ല. അങ്ങനെ അറബിയും കൂടി ഷോപ്പിങ്ങിലാണ്. അതെ, കുഞ്ഞുവാവയെ വരവേൽക്കുവാനുള്ള അവരുടെ ഷോപ്പിംഗ്. എന്നാൽ ഈ സമയത്ത് ഷെഫി ഉസ്താദിൻ്റെ അറബി വീട്ടിൽ അവിടുത്തെ
അറബിയുടെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്. അല്ലയോ ബാബ, നമുക്ക് പോകണ്ടേ? പിന്നെ നിങ്ങൾക്കറിയുന്നതല്ലേ, നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകൻ മറ്റൊരു വിവാഹം കഴിച്ച കാര്യമൊക്കെ നിങ്ങൾ അറിയുന്നതല്ലേ? ആ പിന്നെ അവൾ ഗർഭിണിയാണ്. നമുക്ക് അവളെ ഒന്ന് കാണാൻ പോവണ്ടേ? പിന്നെ മോശമല്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യയല്ലേ? അങ്ങനെയുണ്ടല്ലേ, ഞാനതങ്ങ് ഓർത്തില്ല. പക്ഷേ സൈത്തൂൻ, അവളെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം അവൾക്ക് പ്രസവിക്കാനൊന്നും കഴിഞ്ഞില്ല, മക്കളും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ രണ്ടാമതൊരു വിവാഹം. ഹേയ്, അതങ്ങനെയൊന്നല്ല. അത് എന്താന്ന് വെച്ചാലേ ജെയ്ത്തൂൻ്റെ പണിയാണ്. അവളാണ് പറഞ്ഞത് ഭർത്താവിനോട് മറ്റൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട്, മക്കളില്ലാത്തതിൻ്റെ പേരിൽ. അത് സൈഫിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നോ? ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവളുടെ നിർബന്ധപ്രകാരം മാത്രം മസറയിൽ അന്ന് ജോലിക്ക് വേണ്ടി വന്ന പെണ്ണിനെ അവളാണ് സംരക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഓഹോ, അങ്ങനെയാണല്ലോ. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന്. അങ്ങനെ ഒരിക്കലും അല്ല. എപ്പോഴും സൈഫിന് ഇഷ്ടം ജെയ്ത്തൂനെ തന്നെയാണ്. മറ്റവളോട് തീരെ ഒരു അടുപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ അത് ജെയ്ത്തൂൻ നിർബന്ധിച്ച് അവരെ അടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, അവൾ പ്രഗ്നൻ്റ് ആണല്ലോ. സൈഫിനൊരു കുഞ്ഞ്. 5 വർഷമായില്ലേ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ആർക്കായാലും കൊതി ഉണ്ടാവില്ലേ? പിന്നെ സൈഫിന് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊക്കെ ജെയ്ത്തൂൻ ബീവിയുടെ പണിയാണ്, അവളുടെ ഭർത്താവിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചതൊക്കെ. അതൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും അതും നിങ്ങളുടെ മരുമകളെ പോലെ തന്നെയല്ലേ. കാണാൻ പോകൽ നമുക്ക് നിർബന്ധമാണ്. ആയിക്കോട്ടെ. അതല്ല, ഇനിയിപ്പോൾ സുലേഖ നാട്ടിൽ പോവാണ്. അപ്പോൾ മോളുടെ കാര്യം? മോൾ സുലേഖ ഒരാഴ്ചക്കുള്ളിലല്ലേ പോകുള്ളൂ, വിഷയമല്ല. പിന്നെ ഇവിടുത്തെ ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസ്തനായ ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പേടിക്കാനില്ല. മോൾ ഇവിടെ തൽക്കാലം നിന്നോട്ടെ, മോളെയും കൊണ്ട് പോവണ്ട, അതല്ലേ നല്ലത്. അറബിക്ക് അത് കേട്ടപ്പോൾ സങ്കടമായി. അതെന്താ, മോളെ കൊണ്ടുപോയാൽ? ഒന്നുമല്ല, ഇനിയിപ്പോൾ വേണ്ട, മോൾ ഇവിടെ നിൽക്കട്ടെ. മോളെ അവിടെ സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്കൊന്ന് പോയി വരാം. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ അറബിച്ചിയും നേരെ അതാ ഫർസാനയുടെ വയറ് കാണാൻ പോകുന്ന തിരക്കിലായി. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെവിടെ ഉണ്ടാവും അറിയില്ല. എന്തായാലും എന്നോട് വിളിച്ചപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു ഈ മാസം ലാസ്റ്റ് ഡെലിവറിയൊക്കെ ആവുമെന്നൊക്കെ. അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ്. പഠിച്ചോനെ, എന്താ അവൻ ഡെലിവറി കഴിഞ്ഞോ? നമ്മൾ പോകാത്തത് വലിയൊരു മോശമായി പോയി. കാരണം സൈഫിന് ആദ്യമായൊരു കുഞ്ഞ് പിറക്കാണ്. കുഞ്ഞ് പിറക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്നേഹവും കരുതലും കൊടുക്കണമല്ലോ. എന്തൊക്കെ തിന്നാലും വേണ്ടില്ല, നമുക്ക് ഇന്ന് തന്നെ പോവാട്ടോ. അതെ, നാളെ പോയ പോരെ? അല്ല, ഇന്ന് തന്നെ പോവാം, ഇന്ന് ടൈമുണ്ടല്ലോ, നമുക്ക് പോകാം. അങ്ങനെ ഏതാ ജഹർ ബത്തൂൽ എന്ന മകളെ വിളിക്കുന്നു. ബത്തൂൽ, യാ ഉമ്മി, മോളെ ഞങ്ങളൊരിടം വരെ പോകുകയാണ്. അതായത് മൂത്താപ്പയുടെ മകനൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏകദേശം ഡേറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇനി അധികം ലേറ്റ് ആകുന്നില്ല. അപ്പോൾ പോകാണ്. ഉമ്മ പോകാണോ? മോള് വരുന്നുണ്ടോ? ഇല്ല ഉമ്മ, ഉമ്മ പോയിക്കോളൂ. അങ്ങനെ ഏതാ ഉമ്മയും ഉപ്പയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. മകളുടെ നെറുകിൽ ചുംബനം കൊടുത്തുകൊണ്ട്, മോളെ പോയിട്ട് വരാം കേട്ടോ. സുലേഖ എന്ന ഫിലിപ്പൈനി പെണ്ണിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. യാ സുലേഖ, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രഗ്നൻ്റ് കാണാൻ പോവാണ്. അപ്പോൾ മോളെ കൊണ്ടുപോകുന്നില്ല, അവളുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. യാ അല്ലാ, അങ്ങനെയാണോ? ശരിക്കും? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അർബ, നമ്മൾ ഒരുമിച്ച് അങ്ങനെ പോകുകയാണോ അതോ ഷെഫി ഉസ്താദിനെ വിളിക്കണോ? ഷെഫി ഉസ്താദിനെ വിളിക്കാം. ഷെഫിയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും സേഫ്റ്റി. പിന്നെ രാത്രി ലേറ്റായി വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും സുലേഖ ഉണ്ടല്ലോ, പിന്നെ കിച്ചണിൽ സെർവൻസും ഉണ്ട്, പേടിക്കാനൊന്നുമില്ലല്ലോ മകളുടെ കാര്യത്തിൽ. അതെ, സുലേഖ എനിക്ക് വിശ്വാസമാണ്, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഏതാ അറബി നേരെ ഷെഫീഖ് ഉസ്താദിൻ്റെ റൂമിനടുത്ത് ചെല്ലുന്നു. ഹലോ ഷെഫീഖ്. പെട്ടെന്ന് അതാ ഷെഫീഖ് വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ ഷെഫീഖ്, നമുക്കൊരു ട്രിപ്പ് പോകാനുണ്ട്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ടാവും അങ്ങോട്ട്. 3 മണിക്കൂർ? അതെ. യാ അല്ലാ, എന്താ ഭയമുണ്ടോ? ഹേയ്, എന്ത് ഭയമൊന്നുമില്ല. അങ്ങനെ തന്നെ കുറച്ച് ലോങ് പോയി ശീലാകണം, അല്ലാതെ വെറും സ്കൂളും പരിസരവും മാത്രം അത്
ശരിയാവില്ല, ലോങ് പോകണം, എന്നാലേ ഭയം മാറുള്ളൂ. ഭയമൊന്നുമില്ല. എന്നാൽ പിന്നെ ഒന്ന് ശീലമാകാനും നല്ലതാണ്. എന്നാൽ ഫ്രഷ് ആയിക്കോളൂ, ഡ്രസ്സൊക്കെ നല്ലത് ചേഞ്ച് ചെയ്തോളൂ. അങ്ങനെ ഉസ്താദ് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സെല്ലാം ധരിച്ച്, അതും അറബികൾ ഇടുന്ന ആ മോഡൽ ഡ്രസ്സാണ് ഉസ്താദ് ധരിച്ചത്. മാഷാ അല്ലാ, ശരിക്കും നീ ഒരു അറബി തന്നെ. വിലയേറിയ ഒരു ഹൂദ് അറബിക്ക് അറബി ഷെഫി ഉസ്താദിന് സമ്മാനിക്കുന്നു. ഇത് പുരട്ടിക്കോളൂ എന്ന് പറഞ്ഞു. മാഷാ അല്ലാ, അത്യധികം നല്ല സ്മെല്ലുള്ള ആ ഒരു ഹൂദും അത്രമെല്ലാം പുരട്ടി ഷെഫി ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അറബിയുടെയും അറബിച്ചിയുടെയും ഡ്രൈവറായിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ആ വാഹനം ഷെഫി ഉസ്താദ് ഓടിച്ചിട്ടില്ല. അത് അറബിയുടെ വാഹനമാണ്, വലിയ വാഹനം. സാധാരണ രീതിയിൽ പുതിയ വണ്ടിയിൽ അതിലാണ് മോളെ കൊണ്ടുവരാറും പോകാറുമുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹി സുബ്ഹാനല്ലദി സഖറന എന്ന് ചൊല്ലിക്കൊണ്ട് ഷെഫി ഉസ്താദ് വാഹനത്തിൽ കയറുന്നു. എന്തോ ഒരു അറബിക് നെയിം പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. റോഡും ലൊക്കേഷനും എല്ലാം കൊടുക്കുന്നു. ഷെഫി ഉസ്താദ് അത് നോക്കി, പഠിച്ചോനെ, ഏകദേശം 2.5-3 മണിക്കൂറോളം യാത്രയുണ്ട്, കുഴപ്പമില്ല. അറബി ചോദിച്ചു, യാ ഷെഫീഖ്, നിനക്ക് ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം കേട്ടോ. ഹേയ്, ഒരിക്കലുമില്ല, എനിക്ക് ഭയമില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അത് കേട്ടപ്പോൾ അറബി അദ്ദേഹത്തെ ആശീർവദിച്ചു. ശുക്രൻ ശുക്രൻ. ഒരിക്കൽ പോലും ഫർസാനയുടെ വീട്ടിലേക്കാണ്, ഫർസാന നിൽക്കുന്ന അറബി വീട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല. പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന മൂത്താപ്പയുടെ മരുമകളെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ പോകുന്നത്. സെയ്ഫിൻ്റെ 2ാം ഭാര്യയെ. അതൊന്നും ഒരിക്കൽ പോലും അത് ഷെഫി ഉസ്താദിനെ അറിയുന്നില്ല. അല്ലെങ്കിലും എങ്ങനെ അറിയാനാ? അർബാവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകളെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് ആദ്യം ഒരു വൈഫ് ഉണ്ടായിരുന്നു. ആ വൈഫ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അവൾക്ക് പ്രസവിക്കുവാനുള്ള ഒരു ഭാഗ്യമില്ല. അതിനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് അവളുടെ നിർബന്ധപ്രകാരം മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചതാണ്. അവൾക്കിപ്പോൾ ഏകദേശം ഡെലിവറിയുടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അറബി പറയുന്നതിനെല്ലാം ശരിയെന്ന് തലയാട്ടി. കൂടുതലായിട്ടൊന്നും ഷെഫി ഉസ്താദ് ചോദിച്ചില്ല. കാരണം അദ്ദേഹം കൂടുതലധികം സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പാകത്തിന് മാത്രം, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആളായിരുന്നു ഷെഫി ഉസ്താദ്. അതുകൊണ്ട് തന്നെ അറബിക്ക് അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടവുമായിരുന്നു. എല്ലാം ചോദിക്കാൻ മടിയാണ്. അറബി ചോദിച്ചതിന് മാത്രം മറുപടി പറയും. അങ്ങനെ വളരെയധികം അച്ചടക്കവും വിനയവുമുള്ള ആളായിരുന്നു ഷെഫി ഉസ്താദ്. അറബിക്കും അറബിച്ചിക്കും അവനെ കൂടുതൽ ഇഷ്ടവുമാണ്. അങ്ങനെ താൻ ആദ്യം സ്നേഹിച്ച ഫർസാനയുടെ വീട്ടിലേക്ക് ഷെഫി ഉസ്താദ് പോകുന്നു. അത് തന്നെ ഇഷ്ടമില്ലാതെ കടന്നു കളഞ്ഞ അവൾ, തൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയ അവൾ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുവാൻ തന്നെ ഷെഫി ഉസ്താദിന് കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ തന്നെ പേടിയാണ്. ആദ്യത്തവള് അങ്ങനെ, എന്നാൽ ഇപ്പോഴത്തവളാണെങ്കിൽ അവൾ ഇങ്ങനെയും. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനെ കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ അതിനുള്ള ചിന്തയെ ഷെഫി ഉസ്താദിനില്ല. ഭൂമിയിൽ എല്ലാ പെണ്ണുങ്ങളും ചതിക്കുന്നവരാണ് എന്നാണ് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലുള്ളത്. അതെ, തനിക്ക് 2 പ്രാവശ്യമാണ് ഇങ്ങനെ. ഇപ്പോഴത്തവളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉമ്മയുടെ പേരും പറഞ്ഞ് പല കളവുകളും പറയുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കുന്നു, അയച്ചു കൊടുക്കുന്നു. എന്നാലെങ്കിലും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടെ അവളൊന്ന് പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എൻ്റെ ഉമ്മയെ അവളൊന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ. അല്ലാതെ പക്ഷേ അവൾ പറയുന്നത് സത്യമാണോ കളവാണോ എന്നെനിക്കറിയുന്നില്ല. അവൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള സ്വഭാവക്കാരിയാണ്. ഷെഫി ഉസ്താദ് യാത്രക്കിടയിൽ അതെല്ലാം ഓർത്തു. അങ്ങനെ മണിക്കൂറുകൾ പിന്നിടുന്നു. ഷെഫി ഉസ്താദും അറബിയും അറബിച്ചിയും നേരെ സൈഫുദ്ദീൻ അറബിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം. അതായത് കുട്ടികളുടെ ഇടയിലും അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്തുണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ നൂർ ഫാത്തിമ, അതുപോലെ ഹിദായത്ത്,
നുസൈബ നല്ല സ്റ്റോറിയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ബ്രദർ സ്റ്റാർട്ട് ചെയ്ത ഒരു സുഹറ ഹാഷിം എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം ആകെ ഒരു 70-79 ആളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാലൊക്കെ എന്തൊക്കെ തന്നെയായാലും അവനക്ക് പെട്ടെന്ന് തന്നെ ഒരു 1K എങ്കിലും വ്യൂസ് ആക്കി കൊടുക്കാൻ, അല്ല 1K എങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും, എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അവൻ്റെ വെറും സ്റ്റോറി മാത്രമല്ല, സ്റ്റോറിക്കിടയിലൂടെ പാട്ടുണ്ടാവും, ഒരു ചെറിയ രീതിയിലൊരു കഥാപ്രസംഗം പോലെ നല്ല സ്റ്റോറി അവൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഗൾഫിലായപ്പോൾ തന്നെ ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ, കണ്ട് കമൻറ്റൊക്കെ ചെയ്യണേ ഇൻഷാ അല്ലാഹ്.